മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് റവ ഇഡ്ഡലി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ്. നമ്മളിപ്പോൾ ചില ദിവസം അരിയൊക്കെ അരച്ച് വെക്കാനൊക്കെ നമ്മൾ മറന്നു പോകത്തില്ലേ, ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഇത് 1 കപ്പ് റവ ഇഡ്ഡലിയുടെ മിക്സാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമേ. ഇതുപോലെ പാക്കറ്റിൻ്റെ അകത്ത് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഇതിപ്പോൾ 1 കപ്പ് റവ മിക്സാണ്. ഇതിനകത്ത് അണ്ടിപ്പരിപ്പും പൊട്ടുകടല അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനും ഒക്കെ കിട്ടും. അപ്പോൾ അത് രസമാണ് അങ്ങനെ കഴിക്കാൻ. ഇതൊരു കപ്പ്. അതിനുശേഷം ഈ സെയിം കപ്പിനകത്ത് 1/2 കപ്പ് തൈര് ഒഴിക്കണേ. ഈ മിക്സിനകത്തോട്ട് ഈ തൈരങ്ങ് ഒഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഇളക്കി നോക്കണേ. ഇതിനകത്ത് ഉപ്പൊന്നും രണ്ടാമത് ഇടണ്ട. ഈ മിക്സിനകത്ത് ഉപ്പും എല്ലാം ഉണ്ട്. ഇത് കുറച്ച് ഒരുപാട് പുളി ഇല്ലെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് തൈര് വരെ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാവേ. ഇതെൻ്റെ തൈര് കുറച്ച് പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പേ ഒഴിക്കത്തുള്ളൂ. ബാക്കി ഞാനൊരു സ്വല്പം വെള്ളവും കൂടെ ആഡ് ചെയ്യുവേ. പുളിയില്ലാത്ത കട്ടത്തൈര് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതൊരു 1/4 കപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഒഴിക്കാവുന്നതേ ഉള്ളേ. പുളി ഒരുപാടാവുകയാണെങ്കിൽ കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ പുളിയുടെ ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുവേ. അത് കുറച്ച് ഒഴിച്ച് നമുക്ക് ആ മിക്സ് കാണുമ്പോൾ അറിയാം. മൊത്തത്തിൽ ഒരു 1/4 കപ്പ് തൈരും ഈ വെള്ളവും കൂടെ 1/4 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റവ ഇഡ്ഡലി നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ലൂസ് പരുവത്തിൽ ആയിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറച്ചുകൂടെ തിക്കാവും. കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാവേ. നമ്മൾ റവ മിക്സ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി കണ്ടോ. അപ്പോൾ ഇതുപോലെ വരും. നേരത്തെ കുറച്ച് വെള്ളം പോലല്ലേ കിടന്ന്. അപ്പോൾ അതെല്ലാം റവയെല്ലാം കുതിർന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമേ. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കോരി വെച്ചിരുന്നാൽ മതി. വെള്ളം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ട് തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. ഒരു ഭംഗിയും കാണും. ഞാൻ ഈ ഇഡ്ഡലി ആദ്യമായിട്ട് കഴിക്കുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ഈ അരിയൊക്കെ അരച്ച് വെച്ച് എടുക്കുന്ന ഇഡ്ഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കന്ന് ഇഷ്ടമായി. അവിടെ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ഈ മിക്സ് ഞാൻ പരിചയപ്പെടുന്നത്, കഴിക്കുന്നതും. അതിനുശേഷം ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് മേടിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഒന്ന് കുതിർത്തി ഇങ്ങനെ തൈരിലൊന്ന് കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ. ഉണ്ടോ, 1 കപ്പ് ഇഡ്ഡലിയുടെ ആ റവ മിക്സിനകത്തുനിന്ന് നമുക്ക് 5 ഇഡ്ഡലി കിട്ടും. നല്ല 5 ഇഡ്ഡലി 1 കപ്പിനകത്ത്. 1 കപ്പെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കപ്പല്ല, ഞാനത് കാണിച്ചല്ലോ. ഒരു സ്വല്പം വലിയ കപ്പാണ്. അത് നമുക്ക് കറക്റ്റ് ഒരു 5 ഇഡ്ഡലി കിട്ടും. അതിനനുസരിച്ച് നമുക്ക് വീട്ടിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ റവ ഇഡ്ഡലി ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മിനിറ്റായി. 6 മിനിറ്റിനാവും വേവ്. എന്നാലും ഞാൻ 1 മിനിറ്റും കൂടെ അധികം വെക്കുവേ. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ടത് പൊങ്ങി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. നമ്മൾ റവ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇടുന്നു, ഒരു 3 ചുവന്നുള്ളി, 1 വറ്റൽമുളക്, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി. ഇത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമേ. ഇതിനകത്ത് നമ്മൾ പൊട്ടുകടലയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണേ. ഇനി നമുക്ക് റവ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനുള്ള
ചട്നി ഉണ്ടാക്കാവേ. ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, ഒരു വറ്റൽമുളക്, ഉള്ളി വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. അതിലേക്ക് നന്നായി അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണേ. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എരിവ് കുറച്ച് മതിയെന്നുള്ളവർ 2 മുളക് ഇട്ടാൽ മതിയേ. ഞാനൊരു സ്വല്പം എരിവ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളം. ഇത് ഒരുപാട് കുറുകിയ ടൈപ്പ് ചട്നി അല്ലേ, സ്വല്പം ലൂസായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പൊട്ടുകടലയൊന്നും ഉപയോഗിക്കാഞ്ഞത്. ഇത് 3 മുളക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ കേട്ടോ, ഒട്ടും കൂടുതലില്ല. ധൈര്യമായിട്ട് 3 മുളക് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ മുളക് ആഡ് ചെയ്തോണേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ തീ അങ്ങ് നിർത്തി കൊടുക്കുവേ. ഇഷ്ടപ്പെടുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും റവ ഇഡ്ഡലിയും ചട്നിയും. കാരണം നമ്മളെപ്പോഴും മറ്റേ ടൈപ്പ് ഇഡ്ഡലിയല്ലേ കഴിക്കുന്നത്. അത് കഴിച്ചൊന്നും അടുത്ത് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ തൈരൊക്കെ ചേർത്തെടുക്കുന്നതല്ലേ, അപ്പം വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. ചട്നി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ തീ അങ്ങ് നിർത്തിയേ. ഇനി നമ്മളിതിലേക്ക് ഇതുപോലത്തെ ഒരു സ്പൂണില്ലേ, അതിന് 2 സ്പൂൺ തൈര്, ഇതുപോലെ 2 സ്പൂണേ ഉള്ളേ, ചെറിയ സ്പൂണാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചട്നിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയായിട്ട് മാറും ഈ തൈരും കൂടെ ചേർക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്താൽ മതി കേട്ടോ, അല്ലാതെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തൈര് ചേർക്കണ്ട. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കുക. ഉപ്പൊക്കെ നോക്കിക്കോണം. സ്വല്പം ഉപ്പും കൂടെ ആകാവേ. ഈ തൈര് ഒഴിക്കുമ്പോൾ ഇച്ചിരി പുളി വരത്തില്ലേ, അപ്പോൾ ഒരു സ്വല്പം ഉപ്പും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ കൈകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് കിട്ടാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ റവ ഇഡ്ഡലിയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് ഒരു കുറവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരിക്കലേ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്